പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും ഈ ശക്തമായ കോട്ടയുടെ വാതിൽ തകർക്കാനാകാതെ ഔറംഗസീബ് 18 മാസത്തോളം ഉപരോധവും അതിശക്തമായ ആക്രമണവും ഈ കോട്ടയ്ക്ക് നേരെ അഴിച്ചുവിട്ടു. അങ്ങനെ അതിനൊടുവിൽ ഈ കോട്ടയുടെ വാതിൽ അത് ആനകൾ വന്ന് തകർക്കാതിരിക്കാനായി ഇരുമ്പിന്റെ മുനകൾ ഘടിപ്പിച്ചതായിരുന്നു. അവയെ തകർത്തുകൊണ്ട് വിജയശ്രീലാളിതരായി ഔറംഗസീബിന്റെ സൈന്യം ഇതിനകത്തേക്ക് പ്രവേശിക്കുകയും ചില നിർമ്മിതികൾ തകർക്കുകയും ചെയ്തു. പിന്നീടാണ് നിസാമിന്റെ ഭരണത്തിന് തുടക്കം കുറിച്ചത്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആളുകൾ ഇവിടെ നിന്ന് കൈകൊട്ടുന്നതിന്റെ കാരണം, അതായത് ഇവിടെ നിന്ന് കൈകൊട്ടിയാൽ ഈ ഡോമിന്റെ പ്രത്യേകതകൾ മൂലം 1 കിലോമീറ്റർ അകലെയുള്ള, അതായത് കുന്നിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ബലാഹിസർ പവലിലേക്ക് വരെ കേൾക്കുമായിരുന്നു. ശത്രുക്കളൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആണത്ര അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഡോമിന്റെ പ്രത്യേകത അങ്ങനെയാണ്. പണ്ട് കാലത്ത് ഫോണും വയർലെസ്സും ഇതൊന്നും ഇല്ലല്ലോ, അപ്പൊ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട് ഉള്ളത്. ഇതിൽ 4 വ്യത്യസ്തമായ കോട്ടകളാണുള്ളത്. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ച, അതായത് പുറം മതിലിന് ബീരങ്കികൾ അടങ്ങിയ 87ഓളം അർദ്ധ വൃത്താകൃതിയിലുള്ള കോട്ടക്കൊത്തളങ്ങളുണ്ട്. അപ്പൊ ഈ കോട്ടയുടെ ഉള്ളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് ദൂരം നടക്കണം. ഈ 10 കിലോമീറ്റർ ഒന്നും നടക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം യാത്രയുടെ ക്ഷീണം 1, 2 ആ കുന്നിന്റെ മുകളിലെ പവലിയനിലേക്ക് നമ്മൾ പോകണം എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് അസഹനീയമാണ്. ഈ 5 മണിക്കും നല്ല ചൂടാണ്. കോട്ടയിലേക്ക് മൊത്തം 8 പ്രവേശന കവാടങ്ങളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ 7 ടോംസിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ കോട്ടയുടെ ഒരു കവാടം അങ്ങോട്ടാണ് ഉള്ളത്. അപ്പൊ ഒരുപാട് ദൂരം ഉണ്ട്, അല്ല ദൂരം നമുക്ക് നടക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ രാജകുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന ഇടങ്ങൾ നമ്മൾ നേരത്തെ കണ്ടത് ഹാളുകൾ, പിന്നെ ഇതിലെ ക്ഷേത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വെടിമരുന്ന് ശാലകള്, അതുപോലെ തന്നെ കുതിരത്തൊഴുത്തുകള്, പിന്നെ ഈ വലിച്ചു നിൽക്കാവുന്ന പാലങ്ങൾ. ഇപ്പൊ മരത്തിന്റെ ഒരു പാലത്തിൽ കൂടെ നമ്മൾ കടന്നു വന്നത്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഔറംഗസീബ് കടന്നു വന്ന ആ കവാടത്തെ ഫത്തേ ദർവാസ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. അതിന്റെ കാരണം, ഈ ഫത്തേ ദർവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി ഗേറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് വിജയ കവാടം. അവര് 18 മാസം നീണ്ടു നിന്നിട്ട് ഉപരോധവും ആക്രമണവും നടത്തിയിട്ടല്ലേ അതിന്റെ അകത്തേക്ക് കയറിയത്. അപ്പൊ അതാണ്, അതിനെ സൂചിപ്പിക്കാൻ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കവാടത്തിന് അങ്ങനെ ഒരു പേരിട്ടത്. ഈ കിഴക്ക് ഭാഗത്തുള്ള കോട്ടയിലേക്കുള്ള പ്രധാന കവാടത്തിന്റെ പേര് എന്ന് പറയുന്നത് ബലഹിസാർ എന്നാണ്. അപ്പോ ഇതിനൊരു ആർച്ച് ഉണ്ട്. ഇതിന്റെ ബോർഡറിൽ കൊത്തുപണിയൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ ഭാഗത്ത് പോയിട്ടില്ല, അത് പുറത്ത് നമ്മൾ അപ്പുറത്തും കൂടെ വരുമ്പോഴാണ് അത് കാണുക. പിന്നെ അത് നല്ലൊരു മനോഹരമായ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം കുറവാണ്, 5:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് പുറത്തേക്ക് പോകണം. അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ വണ്ടിയിലൊക്കെ നമ്മൾ പോകണം. കൂടെയുള്ള ആൾക്കാരുടെ സൗകര്യങ്ങൾ നോക്കണം. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗമൊന്നും നമ്മൾ കാണിക്കുന്നില്ല. കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഒരു ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ ഈ ഭാഗത്ത് താഴത്തുള്ള പള്ളികളൊക്കെ ഉണ്ട്. ഇബ്രാഹിം പള്ളിയുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവിടെയാണ് ഈ ജഗദംബിക ക്ഷേത്രം ഉണ്ട്. അവിടെ നമ്മൾ പോകുന്നുണ്ട്, അത് കാണാം. അപ്പൊ അത് അതിന്റെ പ്രത്യേകത പറയാം. വെളിച്ചക്കുറവ് പല ഭാഗത്തും ഉണ്ട്. കാരണം ഒന്ന് വൈകുന്നേരത്തെ സമയം, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് പഴയ നിർമ്മിതിയാണ്. നിങ്ങൾ ഈ കോട്ടയുടെ നിർമ്മിതി വളരെ ശ്രദ്ധിക്കണം. ഇത് ബലപ്പെടുത്തിയതൊക്കെ ഷാഹി ബാമിനി സുൽത്താൻമാരാണ്. അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. 11ാം സെഞ്ചുറിയിലാണ് ഇവിടെ ഒരു ചെറിയ മണ്ണ് കൊണ്ടുള്ള ഒരു കോട്ട നിർമ്മിക്കുന്നത്. അതായത് കാക്കത്തിയ സാമ്രാജ്യത്തിലെ മഹാരാജാവായിരുന്ന പ്രതാപരുദ്രയാണ് ഈ കോട്ട ഇവിടെ നിർമ്മിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഈ പടിഞ്ഞാറൻ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തെലുങ്കില് ഗൊല്ലകൊണ്ട എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഗൊല്ലകൊണ്ട എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാരുടെ കുന്ന് എന്ന് ആണ് അറിയപ്പെട്ടിരുന്നത്.
അപ്പൊ ഈ ആട്ടിടയന്മാർ ഇതിന്റെ മുകളിൽ ഒരു ക്ഷേത്രം കണ്ടുവെന്നും പിന്നീട് അത് പരിപാലിച്ചിട്ട് അതിന് ചുറ്റും ഒരു ചെറിയ കോട്ട പണിതതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രവും ഉണ്ട്. അപ്പൊ അങ്ങനെ ചരിത്രം കാണാനുണ്ട്. കാരണം ഈ ജഗദാംബിക ക്ഷേത്രത്തിനൊക്കെ ഏകദേശം 1000-1200 വർഷത്തോളം പഴക്കമാണ് കണക്കാക്കിയിട്ടുള്ളത്. 1199 മുതൽ 1262 രാജാവായിരുന്ന ഗണപതി ദേവയാണ് കുന്നിന്റെ മുകളിൽ കല്ലുകൊണ്ടുള്ള ഔട്ട് പോസ്റ്റ് നിർമ്മിച്ചത്. ഇപ്പൊ നമ്മള് അതായത് പിന്നെ നമ്മൾ കാണുകയുണ്ടായത് ഇപ്പൊ ഈ ദർബാർ ഹാൾ ഉണ്ട്. ഈ നിൽക്കുന്ന അതായത് ഈ പഴയത് പൊളിഞ്ഞു പോയതാണ്. ഇതൊക്കെ ദർബാർ ഹാളിന്റെ ഭാഗങ്ങളാണ്. അതുപോലെ അത് മനോഹരമായിട്ടുള്ളൊരു ദർബാർ ഹാൾ ആയിരിക്കണം എന്ന് നമുക്ക് സങ്കല്പിക്കാം. കാരണം അതിന്റെ അവശിഷ്ടങ്ങളാണ് ഞാൻ കണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും ചില നിർമ്മിതികളൊക്കെ ഉണ്ട്. 1518 കുത്തബ് ഷാഹി സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച സുൽത്താൻ കുലി ഇതിനെ ശക്തമായ കോട്ടയാക്കി മാറ്റിയത്. അതായത് ഗോൽക്കൊണ്ട എന്ന് പറയുന്നത് ഈ സുൽത്താനേറ്റിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. ഇതിന്റെ പുറകിലെ ചരിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വാറങ്കൽ രാജാവിൽ നിന്നാണ് ഈ ബാമിനി രാജാക്കന്മാർ ഇത് പിടിച്ചെടുക്കുന്നത്. ബാമിനി സുൽത്താനേറ്റിന്റെ കീഴിലാണ് ഗോൽക്കൊണ്ട ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത്. അപ്പൊ ആദ്യകാലത്ത് ചെറിയൊരു മഡിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ കോട്ടയായിരുന്നു. പിന്നീടാണ് ഇവരത് ശക്തിപ്പെടുത്തുന്നത്. 1487 മുതൽ 1543 ആ കാലഘട്ടത്തിലെ ഗോൽക്കൊണ്ടയുടെ ഗവർണറായിട്ട് നിയമിതനായ സുൽത്താൻ കൂലി കുത്തബുൾ മുൾക്ക 1501 ഇത് അതായത് ഈ ഗോൽക്കൊണ്ട കോട്ട് ഒരു ഭരണശിലാകാന്തരമാക്കി മാറ്റിയത്. ബാമിനി ഭരണം പതുക്കെ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ 1518 സുൽത്താൻ കൂലി ഔദ്യോഗികമായി തന്നെ ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് മാറി. അങ്ങനെ ഗോൽക്കൊണ്ട ആസ്ഥാനമാക്കി കുത്തബ് ഷാഹി രാജവംശത്തിന് തുടക്കം കുറിച്ചു. 62 വർഷം കൊണ്ട് മണ്ണുകൊണ്ടുള്ള ഈ കോട്ട ആദ്യത്തെ 3 സുൽത്താൻമാർ വിപുലപ്പെടുത്തി. ഇതിന്റെ അകത്തെ നമ്മള് ഇപ്പൊ 5 മണി കഴിഞ്ഞു, 5:30 ആവാനാ പോണത്. അപ്പൊ മുകളിൽ നിന്നൊക്കെ ആൾക്കാരെ സെക്യൂരിറ്റികളൊക്കെ താഴത്തേക്ക് പറഞ്ഞയക്കുണ്ടായി. അപ്പൊ ഈ പല ഭാഗത്തും ആൾക്കാരൊക്കെ പുറത്തേക്ക് പോയി തുടങ്ങി. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഴപ്പമെന്ന് പറയാൻ പറ്റുമല്ലോ, കേരളത്തിലാണെങ്കിൽ എവിടെയും ഇങ്ങനെയുള്ള ഈ കോട്ടകളുടെ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ചില റൊമാൻസ് കോർണറുകളുണ്ട്. അപ്പൊ അങ്ങനെ റൊമാൻസ് കോർണറുകളൊക്കെ പല ഭാഗത്തും ഞാൻ കണ്ടു അതിൻ്റെ ഉള്ളില്. അപ്പൊ അവരൊരു പ്രൈവസിക്ക് വേണ്ടി വന്നതായിരിക്കും. ആ ഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ ഭാഗത്ത് എന്തുണ്ടെന്ന് നോക്കാനും പോയില്ല. അതായത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുമായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ. ഇതെന്നപ്പം മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ചില ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയാം. പിന്നെ ഈ അതായത് നമ്മൾ പിന്നെ കാണുന്നത് ഈ കുറച്ച് പ്രിസൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് നമ്മൾ കണ്ടു പോകുന്നതൊക്കെ രാംദാസ് പ്രിസൺസ് ഒക്കെ ഉണ്ട്, കുറച്ച് മുകളിലേക്ക് ഉണ്ട്. പിന്നെ ഇബ്രാഹിം മസ്ജിദ് അതുണ്ട്. ഈ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മണ്ണുകൊണ്ടുള്ള ഈ കോട്ടയെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 3 സുൽത്താൻമാര് അവരാണ് 5 കിലോമീറ്റർ വിസ്തൃതിയിൽ കല്ലുകൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും ബലപ്പെടുത്തിയത്. പിന്നെ 1590 വരെ ഇവർ ഹൈദരാബാദിലേക്ക് മാറുന്നത് വരെ, ഹൈദരാബാദിലേക്ക് മാറാനുള്ള വേറൊരു കാര്യമുണ്ട്. ഇതിൽ വളരെ ജലക്ഷാമം വളരെ കൂടുതലായിരുന്നു ഈ കോട്ടയുടെ ഉള്ളിൽ. പലയിടത്തും വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ദർബാർ ഹാളിലൂടെ കടന്ന് പോകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ദർബാർ ഹാൾ കാണാന്നൊക്കെ പറഞ്ഞു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു. അവിടെയും ചില ഭാഗങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇബ്രാഹിം മോസ്കിന്റെ ഭാഗങ്ങളാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവർ ഹൈദരാബാദിലേക്ക് മാറുന്നത് വരെ ആണ് ഇത് കരിങ്കല്ലുകൊണ്ടൊക്കെ കോട്ടയ്ക്ക് ബലപ്പെടുത്തിയത്. 1590 വരെ കുത്തബ് ഷാഹി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. പിന്നെ കുത്തബ് ഷാഹികള് പുറംമതിലുകള് പിന്നീട് വന്ന ആൾക്കാര് അവര് നഗരത്തിനോട് ചേർന്ന് കുറച്ചും കൂടി വിപുലപ്പെടുത്തി. 7 കിലോമീറ്റർ വിസ്തൃതിയിൽ പിന്നീട് വിപുലീകരിച്ചു. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഗോൽക്കൊണ്ടയില് പരുത്തി നിർമ്മിതി വ്യവസായത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഈ ഇബ്രാഹിം പള്ളിയുടെ അടുത്തുള്ളതൊക്കെ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ്. പിന്നെ ഒരു ജഗദംബിക ക്ഷേത്രമുണ്ട്, നമ്മളവിടെ കാണാം. അതിന് ചില പ്രത്യേകതകളും ഉണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദ് നഗരം ശരിക്കും പറഞ്ഞാൽ സ്ഥാപിച്ചത് കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിരുന്നു. പിന്നീട് അത് വിഭജിച്ച്
650 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള തെലുങ്കാനയുടെ തലസ്ഥാനമായിട്ട് മാറി. അപ്പൊ അത് മുസി റിവറിന്റെ തീരത്തുള്ളതാണ്. അപ്പൊ ആ ചരിത്രം കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയുടെ മുഹമ്മദ് കുലി കുത്തപ്പാണ് ഇത് 1591 ഹൈദരാബാദ് സ്ഥാപിക്കുന്നത്. 1687 മുഗളന്മാര് ഇത് അവരുടെ സാമ്രാജ്യത്തിനോട് ചേർത്തി. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. 1724 അസഫ് ഷാഹ് വൺ, അതായത് മുഗൾ വൈസ്രോയി ആയിരുന്നു അദ്ദേഹം ഇവിടെ വൈസ്രോയി ഇരിക്കുമ്പോൾ തന്നെ അയാൾ പരമാധികാരം കൂടെ പ്രഖ്യാപിച്ചു. അപ്പോ അദ്ദേഹമാണ് പിന്നെ അസഫ് ജാഹി ഡൈനാസ്റ്റി അഥവാ നിസാമുകൾ എന്നറിയപ്പെടുന്ന രാജവംശം ഇവിടെ ഉണ്ടാക്കിയത്. അതായത് ഇയാൾ മുഗൾ വൈസ്രോയി ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഹൈദരാബാദിൽ പോയ കുറെ പഴയ ബ്രിട്ടീഷ് റെസിഡൻസികളൊക്കെ കുറെ ഉണ്ടായിരുന്നു. 1948 ഹൈദരാബാദ് പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത് ഞാൻ പിന്നീട് പറയാം. ഹൈദരാബാദ് എന്നുള്ള പേര് ഇട്ടുള്ള കാരണം ഈ ഹൈദർ എന്ന് പറഞ്ഞാൽ ഹൈദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ എന്നാണ്, സിംഹം എന്നാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി എന്നാണ്, സിംഹത്തിന്റെ നഗരം എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഖലീഫ് അലി ഇബിൻ അബി തലിബ് അദ്ദേഹത്തിന് ഹൈദർ എന്ന പേരിലാണ് അത്ര അറിയപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹം അറ്റാക്കിൽ, അതായത് ബാറ്റിലിൽ, യുദ്ധത്തിലൊക്കെ അദ്ദേഹം ഒരു സിംഹമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അതിനോട് ചേർന്നിട്ടാണ് ഇതിട്ടത്. യഥാർത്ഥത്തില് ഈ സ്ഥലത്തിന്റെ പേര്, ഹൈദരാബാദിന്റെ പേര് ബാഗ്നഗർ എന്നായിരുന്നു. ബാഗ്നഗർ, ഗുജറാത്തിലൊരു ബാഗ്നഗർ ഉണ്ട്. അതുപോലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ്നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഓഫ് ഗാർഡൻസ് എന്നാണ് അർത്ഥം. ഇവിടെ വെള്ളത്തിന് ക്ഷാമമുള്ളിടത്ത് പല ഭാഗത്തും ഇവരിങ്ങനെ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കബരി ഹൈദരാബാദിലേക്ക് മാറാത്തതിന്റെ കാരണം ഇവിടുത്തെ ജലക്ഷാമം വല്ലാത്ത അനുഭവപ്പെട്ടുകൊണ്ടാണ്. കണ്ടല്ലേ, ഇവിടെ നിറച്ച് വാട്ടർ ബോട്ടിലുകളാണ് ഇങ്ങനെ ചെതറി ഇട്ടിരിക്കുകയാണ്. ഇവരൊന്നും ഈ വേസ്റ്റില് ഒന്നും ഇവർ കൊണ്ടുപോയിടുന്നതില്ല. അങ്ങനെ ഉള്ളൊരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. അപ്പൊ കയറിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ ഇങ്ങനെ പലയിടത്തും അലക്ഷ്യമായിട്ടിട്ടുള്ള വാട്ടർ ബോട്ടിലുകളും, പിന്നെ അതുപോലെ തന്നെ ചുമരുകളിലൊക്കെ എഴുതി വെക്കുക, പേരെഴുതി വെക്കുക. മലയാളികളും മോശമൊന്നുമില്ല, ചിലര് മക്കളെ കൊണ്ട് എഴുതിക്കുന്നത് ഞാൻ കണ്ടു. പേരെഴുതി വെച്ച ഒന്നാ എന്നെ ഇവിടെ ഓർമ്മ വരുന്ന മലയാളികൾ തന്നെ പറയുന്നത് ഞാൻ കണ്ടു. ഇതൊരു ചരിത്ര സ്മാരകമാണ്. എന്തിനാണ് ഇങ്ങനെ വൃത്തികേടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഈ ബാഗ്നഗർ എന്നുള്ളത് പറയുന്നത്, ബാഗ്മതി എന്ന് പറയുന്നത് ഒരു ഡാൻസിങ് ഗേൾ ആയിരുന്നു അത്ര, അതായത് ഒരു നർത്തകി. അപ്പൊ ആ നർത്തകിയെ സുൽത്താൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ആണത്ര ഹൈദർ മകൾ എന്ന് പറഞ്ഞിട്ടൊരു മഹൽ ഉണ്ടാക്കിയത് എന്നൊക്കെ വായിക്കുകയുണ്ടായി. ഈ ജയിലുകൾ പല ഭാഗത്തും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറെ സ്റ്റെപ്പുകൾ കയറി കയറി ഇവിടെ എത്തി. ഭയങ്കര ക്ഷീണമുണ്ട്, എന്നാലും നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി ഇതിന്റെ മുകളിലേക്ക് പോകും എന്നുള്ള ഒരു വാശിയിലാണ്. ഈ ഹൈദരാബാദ് നഗരം കാണാം. അവിടെ കണ്ടില്ലേ കോട്ടക്കൊത്തളങ്ങൾ കണ്ടില്ലേ, അവിടെയൊക്കെ തൂക്ക് വെച്ചിട്ട് അവര് ഗാർഡ് ചെയ്തായിരുന്നു. ഇങ്ങനെയുള്ള 87 ഉണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും. ഇനി മുകളിലേക്ക് പോയാൽ കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടും. ഈ ഔറംഗസീബിന്റെ ആക്രമണത്തോട് കൂടിയിട്ടാണ് ഈ ദാറുൽ ജിഹാദ്, എന്നാൽ ഹോളി വാറിന് നമ്മൾ പറയില്ലേ അബോർഡ് ഓഫ് ഹോളി വാർ, അങ്ങനെയുള്ള ഒരു വിശുദ്ധ സ്ഥലം, അങ്ങനെയുള്ള പേര് അദ്ദേഹം മാറ്റി. 624 മുതൽക്ക് 1075 കാലഘട്ടത്തിലാണ് ചാലുക്യ രാജവംശം ഇവിടെ ഭരിച്ചിരുന്നത്. 1758 കാക്കത്തിയ ഡൈനാസ്റ്റിയുടെ സ്ഥലം. അവരുടെ ശരിക്കും പറഞ്ഞാൽ വാറങ്കലായിരുന്നു. അപ്പൊ അവിടെ ഒരു പള്ളി കാണാനുണ്ട് കേട്ടോ. ഈ പള്ളിയുടെയൊക്കെ കുറച്ചുകൂടെ അടുത്തായിട്ടാണ് ജഗദംബിക ക്ഷേത്രം ഉള്ളത്. ക്രിസ്തുവർഷം 624 മുതൽക്ക് 1075 വരെയായിരുന്നു ചാലുക്യ ഡൈനാസ്റ്റി ഇവിടെ ഭരിച്ചിരുന്നത്. അതിനുശേഷം വാറങ്കൽ ആസ്ഥാനമാക്കിയിട്ട് ഭരിച്ചിരുന്ന കാക്കത്തിയ രാജവംശമാണ് 1158 ഇവിടെ കോട്ട പണിയുന്നത്. അതായത് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നുള്ള അധിനിവേശം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കോട്ട നിർമ്മിച്ചത്. അപ്പൊ അന്നത്തെ ഭരണാധികാരിയായ, അതായത് 1199 മുതൽക്ക് 1262 വരെ ഭരിച്ചിരുന്ന ഗണപതി ദേവ, ഞാൻ നേരത്തെ പറഞ്ഞ ജഗദംബിക ക്ഷേത്രമാണത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, വളരെയധികം പഴക്കമുണ്ട്. എല്ലാ വർഷവും ഈ ക്ഷേത്രത്തില് ബോണലു എന്ന ഉത്സവത്തോടനുബന്ധിച്ച് ധാരാളം ഹിന്ദു ഭക്തർ സന്ദർശിക്കാറുണ്ട്.
ഈ ക്ഷേത്രം 900 മുതൽ 1000 വർഷം വരെ പഴക്കമുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു കാളിക്ഷേത്രവും പിന്നെ കാലമന്ദിർ എന്ന് പറഞ്ഞ ക്ഷേത്രമൊക്കെ ഈ കോട്ടയിലുണ്ട്. ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടവർക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന കുപ്പി അതാ ഞാൻ ഇവിടെ ഇടുകയാണ്. നമ്മളിപ്പോ ഏകദേശം ഏറ്റവും മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഈ പവലിയനിലേക്ക് കയറണം. ഇത് നല്ല ഉയരമുണ്ട്. 1310 ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമായിരുന്ന, അതായത് സുൽത്താൻ അലി അലാബ്ദീൻ ഖിൽജി, അദ്ദേഹം ആ ഡൈനാസ്റ്റിയിൽ പെട്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ 1321 ഈ കാക്കത്തിയ ഡൈനാസ്റ്റി രാജവംശത്തെ തോൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജനറലായിരുന്ന മാലിക് കത്താർ ഖിൽജി അദ്ദേഹം ഈ പ്രദേശം കൈയടക്കുകയുണ്ടായി. ഖിൽജിയാണ് ഇവിടുത്തെ അമൂല്യമായിട്ട് സൂക്ഷിച്ചിരുന്ന കോഹിന്നൂർ ഡയമണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. 1325 ഈ തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ കീഴിലായ ഈ വാറങ്കല്, അപ്പൊ നമുക്കറിയാലോ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, മാലിക് മുഗൾ തിലകാനിയെ ഇവിടെ ഗവർണറായിട്ട് അദ്ദേഹം നിയമിക്കുകയുണ്ടായി. 1333 ഈ മുസുനൂരി നായകാസ് അവര് വാറങ്കല് കീഴടക്കി. 1347 അലാവുദ്ദീൻ ബഹ്മാൻ ഷാ, അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഗവർണറായിരുന്നു. നമ്മൾ ഏറ്റവും ഉയരത്തിലെത്തിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള കുഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പികൾ കൊണ്ടുവന്നിടും. ചിലയിടത്ത് അലക്ഷ്യമായിട്ടും ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ആശ്വാസം. ഇവിടെ നിന്ന് ഹൈദരാബാദിനെ അല്ലെങ്കിൽ മൊത്തമായിട്ട് കാണാം. പിന്നെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കോട്ട എത്ര പേരുടെ അധ്വാനം കൊണ്ട് ഇത് നിർമ്മിച്ചതാണ്, എങ്ങനെ ഇത് ബലപ്പെടുത്തിയതാണ് എന്നൊക്കെ. 1687 മുഗൾ സാമ്രാജ്യവതി ഔറംഗസീബ് 18 മാസം നീണ്ടുന്ന ഉപരോധത്തിലൂടെ ഈ കോട്ട പിടിച്ചെടുത്തത് കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. അന്ന് അങ്ങനെ അവസാനത്തെ ഗോൽക്കൊണ്ട രാജാവായിരുന്ന അബ്ദുൽ ഹാസ താണാഷായെ അദ്ദേഹം തടവിലാക്കി ഇവിടുന്ന് കൊണ്ടുപോയി. ഔറംഗാബാദിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയില്. അപ്പൊ എന്താണ് ഈ ഗോൽക്കൊണ്ടയ്ക്കുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഗോൽക്കൊണ്ട എന്ന് പറയുന്നത് ഒരു സമ്പന്ന രാഷ്ട്രമായിരുന്നു അല്ലെങ്കിൽ രാജ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായ കോഹിനൂര് ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ ഹോസ് ഡയമണ്ട് തുടങ്ങിയ രത്നങ്ങളെല്ലാം അമൂല്യങ്ങളായ മറ്റു രത്നങ്ങളോടൊപ്പം ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇവിടെ വളരെ ബിസി ട്രേഡിംഗ് സെന്റർ ആയിരുന്നു. ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നും വ്യാപാരികൾ ഇവിടെ വന്നിരുന്നു. ഗുണ്ടൂർ ജില്ലയിലെ കൊല്ലൂർ മൈനിൽ നിന്നും അതുപോലെ കൃഷ്ണ ജില്ലയിലെ പരിത്തല, അഡ്കൂർ ഡയമണ്ടുകൾക്ക് ഗോൽക്കൊണ്ട വളരെയധികം പ്രശസ്തമായിരുന്നു. ഇപ്പൊ യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗോൾക്കൊണ്ട എന്ന പേര് പറയുന്നത് തന്നെ ധനികമായ കനി അല്ലെങ്കിൽ ധനികമായിട്ടുള്ള എന്തിൻ്റെയും ഉറവിടം, അങ്ങനത്തെ ഒരു പേരിന് വേണ്ടിയിട്ടാണ് ഈ ഗോൽക്കൊണ്ട എന്ന് പറയുന്നത്, സമ്പന്നമായ ഖനി എന്നുള്ള അർത്ഥത്തില്. അപ്പൊ 1687 വരെ ഭരിച്ച കുത്തബ് ഷാഹികൾക്കും പിന്നീട് ഭരിച്ച നിസാമുകളാണ് പിന്നെ ഈ പറഞ്ഞില്ലേ മുഗളുടെ ആൾക്കാർ വന്നിട്ട് അയാളാക്കാരാണ് നിസാമുകൾ. അവർക്ക് സമ്പന്നരാകാൻ കഴിഞ്ഞത് ഈ ഖനികൾ മുഖാന്തരമാണ്. ഈ കോട്ടയുടെ പ്രാധാന്യം ശരിക്കും ഇവിടെ നിന്നാൽ ശരിക്കും അറിയാം. ഹൈദരാബാദിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ കോട്ടയുള്ളത്. ഇവിടുന്ന് പല ഭാഗത്തുനിന്ന് കയറി വരാം ഇവിടേക്ക്. അതാണ് ഈ പവലിയന്റെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു ഔട്ട് പോസ്റ്റ് പോലെ തന്നെയാണ് ഇത്. പുറത്തുനിന്ന് ദൂരത്തുനിന്ന് ശത്രുക്കൾ വരുന്നതൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മളിവിടുന്ന് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ പല ഭാഗങ്ങളിലും നമ്മൾ ഇതിന്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ ഒരു ആശ്വാസം, കാരണം ഇത്രയും ദൂരം വന്ന് ഇത് കാണാൻ പറ്റിയല്ലോ. അതന്നെ ഈ ഒരുതരം ചുണ്ണാമ്പ് തേച്ചിരിക്കുകയാണ് ഇതിന്റെ മുകളിലൊക്കെ. ഇവിടെയൊക്കെ പടവുണ്ട്. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഈ മഞ്ഞത്തൊപ്പിക്കാരൊക്കെ എല്ലാവരും മലയാളികളാണ്. കണ്ടില്ല, ഇവിടെ ഈ പാറ എഴുതുന്നതിലൊക്കെ മലയാളികൾക്ക് ഉണ്ട്. അവരുടെ അമ്മമാരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ പാറയുടെ മുകളിലൊക്കെ എഴുതി ഇനി വരുമ്പോൾ ആൾക്കാർ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വൃത്തികേടാക്കുന്നതാണ്. ഇതൊക്കെ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ നമ്മളൊക്കെ ഇതിനെ സൂക്ഷിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇവർ പരിരക്ഷിച്ചിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു അവയർനെസ് വേണ്ടേ ഒന്ന് ആലോചിക്കുക. ഞാൻ ഇവിടുന്ന് എത്തിയപ്പോൾ ഇവിടുന്നുള്ള സെക്യൂരിറ്റികളൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് ആക്കുകയാണ്. എല്ലാവരെയും പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ്.
അപ്പോൾ ഈ ഭാഗം ഇതൊക്കെ ചെറിയൊരു ഗാർഡന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇത് പിന്നെയും വലിയ കേടുകളൊന്നുമില്ല. കുറച്ചു കാലം അവര് സൂക്ഷിച്ചിരുന്നതാണ്, നല്ല രീതിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ വെള്ളത്തിന് ക്ഷാമം എല്ലായിടത്തും ഉള്ളതുകൊണ്ടാണ് ഇവിടുന്ന് അവര് ഹൈദരാബാദിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ജലസംഭരണികൾ പല ഭാഗത്തും ഉണ്ട്. പിന്നെ ഈ പള്ളികൾ നിറയുണ്ട്, ക്ഷേത്രങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു സെക്യുലർ രാജാവ് ആയിരിക്കാം സാധ്യതയുണ്ട്. സാധ്യതയല്ല, അദ്ദേഹം ഒരു സെക്യുലർ രാജാവ് തന്നെയാണ്. കാരണം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഭരണാധികാരി ആയിരിക്കണം. ഇവിടെ ഈ കുപ്പികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലണ സമയത്ത് ഞാൻ പറഞ്ഞേ റൊമാൻറ്റിക് കോർണറുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ ഈ മഹല്, അതായത് ഈ വലിയ ഇത് ഓഫീസുകളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളായിരുന്നു. പിന്നെ ഇവിടെ പല ഭാഗത്തും ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ആയിട്ടുള്ള, അതായത് ധനികരായ വളരെയധികം റോയൽ ഇതായിട്ടുള്ള ആൾക്ക്, ആ സ്ത്രീകൾക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹല്, അല്ല എന്താ പറയാ, ഒരു പൂന്തോട്ടം, അതാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വീണ്ടും പോകാൻ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല. സെക്യൂരിറ്റി പല ഭാഗത്തുള്ളത് ഇപ്പൊ ഇതേപോലെ നേരത്തെ പറഞ്ഞില്ലേ, റൊമാൻറ്റിക് കോർണർ ആക്കണ്ടെന്ന് വെച്ചിട്ട് അയാൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റത് സമയം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇതിൽ കൂടെ നേരെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്തും. ഇയാളുടെ ഇതിന്റെ കൂടെ വേറെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിയിട്ട് അങ്ങോട്ട് കയറി. സെക്യൂരിറ്റി അതിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടു. എന്തായാലും ഇതിന്റെ ആ ഫോർട്ടിഫിക്കേഷൻ, അത് ബലപ്പെടുത്തിയതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കല്ലിന്റെയൊക്കെ ആ ബലവും അതെങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്ഭുതമായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ട് തന്നെ തോന്നും. വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീഡിയോന് പൊതുവെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. വളരെ തുച്ഛമായ വ്യൂസേ ഉള്ളൂ. എന്തായാലും സ്ഥിരമായിട്ട് എനിക്ക് ലൈക്ക് അടിക്കുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. പിന്നെ വ്യൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഇവിടെ ഒരു ബീരങ്കി ഉണ്ട്, ഇതുപോലെ പല ഭാഗത്തും ഉണ്ട് ബീരങ്കികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വ്യൂസ് കുറഞ്ഞാലും വീഡിയോ ഉണ്ടായിരിക്കും.